നമസ്കാരം. അനുഭവം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒത്തിരി വീടുകളിലും ബിസിനസ് സ്ഥാപനങ്ങളിലും കണ്ടുവരുന്ന ഒരു പ്രതിമയാണ് കുബേര പ്രതിമ. കുബേരൻ ധനത്തിൻ്റെ അധിപനായതുകൊണ്ടാണ് നമ്മൾ വീടുകളിലായാലും സ്ഥാപനങ്ങളിലായാലും കുബേരനെ വയ്ക്കുന്നത്. കുബേരൻ ഇരിക്കുന്നിടത്ത് ധനം കുമിഞ്ഞുകൂടും എന്നാണ് വിശ്വാസവും അതുതന്നെയാണ് സത്യവും. നമ്മുടെ ബിസിനസ് സ്ഥാപനമായാലും വീടുകളിലായാലും പുറത്തുനിന്ന് വരുന്ന നെഗറ്റീവ് എനർജിയെ അകറ്റാനും ധന അഭിവൃദ്ധിക്കും നമ്മൾ കുബേരനെ വാങ്ങിവെക്കാറുണ്ട്. വീടുകളിൽ എവിടെ വേണമെങ്കിലും കുബേരനെ വയ്ക്കാം. നമ്മുടെ പൂജാമുറിയിലോ വീടിൻ്റെ മുന്നിലുള്ള ഷോക്കേസിലോ എവിടെ വേണമെങ്കിലും നമുക്ക് കുബേരനെ വയ്ക്കാം. പക്ഷേ അത് വൃത്തിയുള്ള സ്ഥലമായിരിക്കണം. ചിലരത് ധന അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടി വയ്ക്കുമ്പോൾ ചിലർ അത് വീടിൻ്റെ അലങ്കാരത്തിനും ഭംഗിക്കുമായാണ് വയ്ക്കാറുള്ളത്. മറ്റുള്ളവർ നമ്മളുടെ വീട്ടിലേക്ക് വരുമ്പോൾ കാണാൻ വേണ്ടിയും ഒരു അലങ്കാരം പോലെ കുബേര ബൊമ്മയെ നിറയെ ആളുകൾ വയ്ക്കാറുണ്ട്. ചിലർ സമ്മാനങ്ങളായി കുബേര ബൊമ്മയെ നൽകാറുണ്ട്. അങ്ങനെ സമ്മാനമായി വാങ്ങുന്ന കുബേര പ്രതിമ വളരെ നല്ലതാണ്. അത് വാങ്ങുന്ന ആൾക്കും വളരെ നല്ലതാണ്. അത് കൊടുക്കുന്ന ആൾക്കും കുഴപ്പമില്ല. പക്ഷേ വാങ്ങുന്ന ആൾക്കാണ് കൂടുതൽ നല്ലത്. നിങ്ങൾ സന്തോഷപൂർവ്വമായി ആർക്കെങ്കിലും ഒരു കുബേര പ്രതിമ കൊടുക്കുകയാണെങ്കിൽ വാങ്ങുന്ന ആൾക്ക് അത് വളരെ സന്തോഷവും അഭിവൃദ്ധിയും ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ കുബേര പ്രതിമ വയ്ക്കുന്നതിൽ കൃത്യമായ ദിശയുണ്ട്. കൃത്യമായ ദിശയിൽ അല്ല ഈ പ്രതിമയെ വയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ധന അഭിവൃദ്ധി ലഭിക്കുകയും ഇല്ല, നിങ്ങളുടെ ധനം നഷ്ടമാവുകയും ചെയ്യും. ഓരോ ദേവന്മാർക്കും അവരവരുടെ ദിശകൾ ഉണ്ട്. ആ ദിശയിൽ മാത്രമേ അവർക്ക് സ്ഥാനമുള്ളൂ. അവർ ദിശ മാറി ഇരുന്നാലും നമുക്ക് അത് ദോഷമായേ ഭവിക്കൂ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അമ്പലത്തിലെ ബലിക്കലുകൾ തന്നെ ഓരോ ദേവന്മാർക്കും സമർപ്പിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. ഓരോരോ ദിശയിലായി അതും ഓരോരോ ദേവന്മാർക്കും പറഞ്ഞിട്ടുള്ള അവരുടെ ദിശകളിലാണ് ഇരിക്കുന്നത്. ആ ദിശ മാറിപ്പോയി കഴിഞ്ഞാൽ അവർക്ക് അനിഷ്ടമാണ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെയാണ് കുബേരൻ്റെ കാര്യവും. കുബേര പ്രതിമ വീടിൻ്റെ എവിടെ വേണമെങ്കിലും വയ്ക്കാം. പക്ഷേ കുബേര പ്രതിമ ഏത് ദിശയിലേക്കാണ് നോക്കിയിരിക്കുന്നത് അതിനെ അനുസരിച്ചായിരിക്കും നമുക്ക് ധന അഭിവൃദ്ധി വരാൻ പോകുന്നത്. അത്തരം ഒരു കാര്യത്തെപ്പറ്റിയാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനലിന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കും ധന അഭിവൃദ്ധി ഉണ്ടാകട്ടെ. ഇനി നമുക്ക് ഏത് ദിശയാണ് കുബേരന് ഉത്തമം എന്ന് നോക്കാം. കുബേര പ്രതിമ ഇരിക്കുമ്പോൾ എപ്പോഴും ഐശ്വര്യം തരുന്നത് കുബേരൻ വടക്ക് നോക്കിയിരിക്കുമ്പോഴാണ്. വീടിൻ്റെ ഏത് ഭാഗത്ത് കുബേരനെ വെച്ചാലും അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിൽ എവിടെ വെച്ചാലും കുബേരൻ നോക്കിയിരിക്കേണ്ട ദിശ വടക്കാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ധന അഭിവൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിൽ മുന്നേറ്റവും ഉണ്ടാകുകയുള്ളൂ. അല്ലെങ്കിൽ കുബേരൻ്റെ മറ്റൊരു ദിശാസ്ഥാനമാണ് കിഴക്കുദിശ. കുബേരൻ കിഴക്കുദിശയെ നോക്കിയിരുന്നാലും നിങ്ങൾക്ക് ധന അഭിവൃദ്ധി ഉണ്ടാകും. ശ്രദ്ധിക്കുക, നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ കുബേരനെ വേറെ ദിശയിലാണ് വെച്ചിട്ടുള്ളതെങ്കിൽ വടക്കു ദിശയിലോ അല്ലെങ്കിൽ കിഴക്കു ദിശയിലേക്കോ നോക്കും വിധം മാറ്റിവെക്കുക. ഏറ്റവും അത്യുത്തമമായത് വടക്ക് ദിശയിലേക്ക് നോക്കിയിരിക്കുന്നത് തന്നെയാണ്. കുബേരൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് തന്നെ വടക്കു ദിശയാണ്. അതുകൊണ്ട് കഴിയുന്നതും വടക്കു നോക്കി വയ്ക്കുക. അതിന് കഴിയില്ലെങ്കിൽ കിഴക്കു ഭാഗത്തേക്ക് നോക്കി വയ്ക്കുക. വടക്കും കിഴക്കും ഉത്തമം തന്നെയാണ്. അതിൽ ഏറ്റവും നല്ലത് വടക്കു ദിശയാണെന്ന് മാത്രം. അത് അല്ലാതെ കുബേര ബൊമ്മ പടിഞ്ഞാറോ തെക്കോ നോക്കിയാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ധനനഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. പെട്ടെന്നുള്ള ധനനഷ്ടം ഉണ്ടാവുന്നില്ലെങ്കിലും നമ്മളുടെ ജീവിതത്തിലെ ചിലവുകൾ കൂടുകയും നമ്മളുടെ കയ്യിലുള്ള ധനം നഷ്ടമാവുകയും ചെയ്യും. അതുകൊണ്ട് ഭംഗിക്കും അലങ്കാരത്തിനും വേണ്ടി ദിശകൾ ശ്രദ്ധിക്കാതെ കുബേരനെ വെച്ച് നമ്മളുടെ ധനവും അഭിവൃദ്ധിയും നഷ്ടമാകാതെ ശ്രദ്ധിക്കണം.
അതുകൊണ്ട് വടക്ക് അല്ലെങ്കിൽ കിഴക്ക് നോക്കിയിരിക്കും വിധം കുബേരനെ നിങ്ങൾ സ്ഥാപിക്കുക. അതുപോലെ പുറത്തു നിന്നുള്ള നെഗറ്റീവ് എനർജിയെ ഉള്ളിലേക്ക് വരാതെ അകറ്റാനും കുബേരന് നല്ല പവറുണ്ട്. അതുപോലെ നല്ല ശുദ്ധിയും വൃത്തിയും ഉള്ള ഇടത്തിൽ മാത്രം കുബേരനെ വയ്ക്കുക. പൂജാമുറിയിലാണെങ്കിൽ ഏറ്റവും ശുഭകരം. നിങ്ങളുടെ അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും ഈ അറിവ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയാണെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നന്ദി, നമസ്കാരം.